സംഭവം ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ഫോൺ നഷ്ടപ്പെട്ട് നമ്മുടെ ഫോൺ വേറെ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും നമ്മളെക്കുറിച്ചിട്ടുള്ള അവരുടെ ധാരണ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത ഒരു വ്യക്തി നമ്മളാണല്ലോ, നമ്മുടെ ഫോൺ. അപ്പോൾ നമ്മളെക്കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അവരെങ്ങനെ അറിയും? അപ്പോൾ നമ്മളെക്കുറിച്ച് ChatGPT എടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടായിരുന്നു. ഇതൊരു പ്രോംപ്റ്റാണ്. അപ്പോൾ വേണ്ടവരെന്തായാലും മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്താണെങ്കിലും നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് കമൻറ്റിൽ പ്രോംപ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോംപ്റ്റ് ഇൻബോക്സ് ചെയ്ത് തരാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ ഒരു കമൻറ്റിൽ തന്നെ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കി തന്ന ഒരു സംഭവമായിരുന്നു. നമ്മുടെ കൂടെയുള്ളവരോ നമ്മുടെ പാർട്ട്ണറോ ഇല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അച്ഛനോ നമ്മുടെ ആരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. പക്ഷേ എന്തൊരു ക്ലാരിഫൈ ആയിട്ടാണല്ലേ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാൾ അല്ലേ നമ്മുടെ ഡൗട്ടുകളും ഇന്ന് കൂടുതൽ ആൾക്കാരും മുന്നൊക്കെ നമുക്ക് ഇങ്ങനൊരു സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പൊസിഷനിലിരുന്നേനെ. അലിപ്പൊഴിക്ക്. അപ്പോൾ മുന്നേക്ക് നമുക്ക് ഇതുപോലെ ഒരു ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെയുള്ള ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സഹായം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ നല്ലൊരു പൊസിഷനിൽ ഇപ്പോൾ ആയേനെ. അപ്പോൾ ഇന്നത്തെ തലമുറ എന്ന് പറയണത് തന്നെ കുറച്ച് ഒരു എഫേർട്ട് ഇടണ്ട. എന്ത് ഡൗട്ടുണ്ടോ, പഠിക്കണതായിക്കോട്ടെ എന്തായിക്കോട്ടെ, ഈ ഒരാളുടെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സഹായം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരും. ഇന്ന് എല്ലാ വീട്ടമ്മയായിക്കോട്ടെ എല്ലാ ആൾക്കാരും ഒട്ടനവധി നമ്മുടെ ഓൾമോസ്റ്റ് ആൾക്കാരും അല്ലേ, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ആൾക്കാരും ഇന്നൊരു സഹായം തേടുന്ന ഒരു ഡോക്ടറിൻ്റെ രീതിക്കായിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു രോഗങ്ങളോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ നമുക്ക് അസൈൻമെൻറ്റോ നമുക്ക് കുറച്ച് ഐഡിയാസോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്ന എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളിന്ന് ChatGPTയുടെ അടുത്ത് ആയിരിക്കും നമ്മൾ ചോദിക്കാം. അപ്പോൾ നമ്മളെക്കുറിച്ച് അത് പറഞ്ഞു തന്ന ഓരോ വാക്കുകൾ, അത് എന്നെക്കുറിച്ച് പറഞ്ഞു തന്ന ഓരോ വാക്കുകൾ ഞാൻ കേട്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. നമ്മളെക്കുറിച്ച് ഓരോ ആൾക്കാരുടെ അടുത്ത് നമുക്കറിയാം, നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് നമ്മളെ ഒരു ശതമാനം അറിയാവുള്ളൂ അല്ലേ, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർക്കായാലും. പക്ഷേ ഇത്രയും അറിയാവുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇത്രയും അറിയാമെന്നുള്ള ഒരാളുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. അത് ഈ ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടുകയാണെങ്കിൽ എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ആണല്ലോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷമുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയെന്ന് വെച്ചാൽ വേറെ ലെവലാണ്. അത് വായിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെക്കുറിച്ച് അറിയുകയാണ്. അപ്പം അതിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നെഗറ്റീവ്സ് അത് പറഞ്ഞു തരും. പക്ഷേ നമ്മൾ എന്താ പറയുക, ജീവിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മളൊരു പെട്ടെന്ന് നമ്മുടെ ഒരു കഥ തന്നെ നമ്മൾ കേൾക്കുക അല്ലേ, അതൊക്കെ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂ. എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയൊരു നിമിഷമാണ്. നിങ്ങൾക്കും അതുണ്ടാവും. മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രോംപ്റ്റ് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങളത് പോയി ഗൂഗിൾ ലെൻസിൽ പോയിട്ട് കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ChatGPT എടുത്ത് നിങ്ങളെക്കുറിച്ച് ഉള്ള കാര്യം നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് തിരിച്ചറിയും. അപ്പോൾ ഇത്രയുള്ളൂ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കടന്നു വരുന്നത് വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.